ഇന്ന് നമ്മൾ ജീവശാസ്ത്രത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു ഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജന്തുലോകം അഥവാ കിങ്ഡം അനിമാലിയ. ഹായ് കൂട്ടുകാരെ, ഫോണലൈസ് മലയാളം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ അതിലേക്ക് കടക്കുന്നതിനു മുൻപ് ജീവജാലങ്ങളെ തരംതിരിച്ചിരിക്കുന്ന മറ്റു ചില പ്രധാന ഡൊമൈനുകളെയും യൂക്കാരിയോട്ടിക് കിങ്ഡമുകളെയും കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പ്രധാനമായി 3 ഡൊമൈനുകളാണ് ജീവജാലങ്ങൾക്കുള്ളത്: ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ. ഇതിൽ യൂക്കാരിയോയിൽ 4 പ്രധാന കിങ്ഡമുകളുണ്ട്: പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അനിമാലിയ. ഇനി നമ്മുടെ ചുറ്റും കാണുന്ന വൈവിധ്യമാർന്ന ജീവികളെക്കുറിച്ചും അവയുടെ അത്ഭുതകരമായ ലോകത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ ഈ അത്ഭുത ലോകത്തേക്കൊരു യാത്ര പോകാൻ? എന്താണ് ഈ ജന്തുലോകമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലളിതമായി പറഞ്ഞാൽ, ചലിക്കാൻ കഴിവുള്ളതും സ്വന്തമായി ഭക്ഷണമുണ്ടാക്കാൻ കഴിവില്ലാത്തതുമായ എല്ലാ ബഹുകോശ ജീവികളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗമാണിത്. ചെറിയ പുഴുക്കൾ മുതൽ ഭീമാകാരമായ തിമിംഗലങ്ങൾ വരെ ഈ ലോകത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും ജന്തു അല്ലെങ്കിൽ ആനിമൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സിംഹം, പുലി, ആന, പൂച്ച, പട്ടി തുടങ്ങിയ സസ്തനികൾ അഥവാ മാമൽസ് ആയിരിക്കാം. എന്നാൽ ഓർക്കുക, ജന്തുലോകം എന്നത് സസ്തനികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പുഴുക്കൾ, ഷഡ്പദങ്ങൾ, ചിലന്തികൾ, മത്സ്യങ്ങൾ, പക്ഷികൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ തുടങ്ങി കടലിലെ സ്പോഞ്ചുകളും ജെല്ലിഫിഷുകളും വരെ ഉൾപ്പെടുന്ന കോടിക്കണക്കിന് വ്യത്യസ്ത തരം ജീവികൾ ചേർന്ന അതിവിശാലമായൊരു സാമ്രാജ്യമാണ് കിങ്ഡം അനിമാലിയ അഥവാ ജന്തുലോകം. സസ്തനികൾ ഈ വലിയ ലോകത്തിലെ ഒരു ഭാഗം മാത്രമാണ്. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വൈവിധ്യവും പ്രത്യേകതകളും നിറഞ്ഞതാണ് ഈ ലോകം. എന്നാൽ ഈ ജന്തുലോകം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലളിതമായ ഏകകോശ ജീവികളിൽ, അതായത് പ്രോട്ടിസ്റ്റുകളിൽ നിന്നാണ് ജന്തുക്കളുടെ പരിണാമം ആരംഭിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. കാലക്രമേണ ഈ ജീവികൾ ഒരുമിച്ച് ചേർന്ന് ബഹുകോശ രൂപങ്ങളായി മാറി. പിന്നീട് ശരീരത്തിൽ പ്രത്യേക ധർമ്മങ്ങളുള്ള ടിഷ്യൂസും അവയവങ്ങളും രൂപപ്പെട്ടു. ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുൻപ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജന്തുലോകത്ത് ഒരു വലിയ വൈവിധ്യവൽക്കരണം നടന്നു. ഇന്നത്തെ മിക്ക പ്രധാന ജന്തുവിഭാഗങ്ങളുടെയും പൂർവികർ ഈ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്. തുടർന്നുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ വിവിധ പരിസ്ഥിതികളുമായി ഇണങ്ങിച്ചേർന്നും കൂടുതൽ സങ്കീർണമായ ശരീരഘടനകൾ രൂപപ്പെടുത്തിയും ജന്തുക്കൾ ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും എത്തിച്ചേർന്നു. ജന്തുലോകത്തിലെ ജീവികൾക്ക് ചില പ്രധാന സവിശേഷതകളുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഇവയെല്ലാം ഒന്നിലധികം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ സ്വന്തമായി ഭക്ഷണമുണ്ടാക്കുന്നില്ല. മറ്റ് സസ്യങ്ങളെയോ ജന്തുക്കളെയോ ആശ്രയിച്ചാണ് ഇവ ജീവിക്കുന്നത്. മിക്കവാറും എല്ലാ ജന്തുക്കൾക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. മിക്ക ജന്തുക്കളും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നത്. സസ്യങ്ങളെ അപേക്ഷിച്ച് ജന്തുക്കൾക്ക് കൂടുതൽ സങ്കീർണമായ ശരീരഘടനയും അവയവങ്ങളുമുണ്ട്. ഈ വിശാലമായ ജന്തുലോകത്തെ ശാസ്ത്രജ്ഞർ പല പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഫൈലം എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അവയിൽ ചില പ്രധാനപ്പെട്ടവ നമുക്ക് പരിചയപ്പെടാം. സ്പോഞ്ചുകളാണ് ഈ വിഭാഗത്തിലെ പ്രധാനികൾ. ലളിതമായ ശരീരഘടനയുള്ള ഇവ കടൽ അടിത്തട്ടിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇവയ്ക്ക് പ്രത്യേക അവയവങ്ങളോ ടിഷ്യൂകളോ ഇല്ല. ജെല്ലിഫിഷുകൾ, ഹൈഡ്രകൾ, പവിഴപ്പുറ്റുകൾ എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവയ്ക്ക് വിഷം കുത്തിവയ്ക്കാനുള്ള നെമറ്റോസിസ്റ്റുകൾ എന്ന പ്രത്യേകതരം കോശങ്ങളുണ്ട്. പരന്ന വിരകളാണ് ഈ വിഭാഗത്തിലെ ജീവികൾ. ടേപ്പ് വേം, പ്ലനേറിയ എന്നിവ ഉദാഹരണങ്ങളാണ്. ഉരുണ്ട വിരകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഇവ മണ്ണിലും ജലത്തിലും
മറ്റ് ജീവികളുടെ ശരീരത്തിലും കാണപ്പെടും. മണ്ണിര, അട്ട എന്നിവ ഈ വിഭാഗത്തിലെ പ്രധാനികളാണ്. കക്കകൾ, ഒച്ചുകൾ, നീരാളി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. മൃദുവായ ശരീരവും മിക്കവയ്ക്കും പുറന്തോടും ഉണ്ടായിരിക്കും. ഏറ്റവും വലിയ ജന്തുവിഭാഗമാണിത്. ഷഡ്പദങ്ങൾ, ചിലന്തികൾ, ഞണ്ടുകൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവയ്ക്ക് കൈറ്റിൻ എന്ന തരം പോളിമർ കൊണ്ടുള്ള പുറംചട്ടയും ജോഡികളായ കാലുകളുമുണ്ട്. നക്ഷത്ര മത്സ്യം, കടൽച്ചൊറി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവയ്ക്ക് റേഡിയൽ സിമട്രി എന്ന പ്രത്യേകതയുണ്ട്. നട്ടെല്ലുള്ള ജീവികളാണ് ഇതിലെ പ്രധാനികൾ. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, നമ്മൾ ഉൾപ്പെടുന്ന സസ്തനികൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിലാണ് വരുന്നത്. ആവശ്യമെങ്കിൽ ഓരോ വിഭാഗത്തെയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ സെപ്പറേറ്റായി വിശദീകരിക്കാം. ജന്തുക്കൾ നമ്മുടെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. ഭക്ഷ്യശൃംഖലയുടെ അവിഭാജ്യ ഘടകമാണിവ. പരാഗണനം നടത്താനും മണ്ണ് ഫലഭൂയിഷ്ടമാക്കാനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇവ സഹായിക്കുന്നു. ഓരോ ജീവിക്കും അതിൻ്റെതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട്. കടൽ ഒട്ടറുകൾ ഉറങ്ങുമ്പോൾ കൂട്ടുകാരുമായി കൈകോർത്ത് പിടിക്കാറുണ്ട്. അവ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണത്രേ ഇത്. ചിലയിനം തവളകൾക്ക് അവരുടെ തൊലിയിലൂടെ ശ്വാസമെടുക്കാൻ സാധിക്കും. ഒച്ചുകൾക്ക് 3 വർഷം വരെ തുടർച്ചയായി ഉറങ്ങാൻ കഴിയും. നക്ഷത്ര മത്സ്യത്തിന് ഒരു കൈ നഷ്ടപ്പെട്ടാൽ പുതിയത് വളർത്താൻ കഴിയും. ചിലപ്പോൾ നഷ്ടപ്പെട്ട കൈയിൽ നിന്ന് പുതിയൊരു നക്ഷത്ര മത്സ്യം തന്നെ ഉണ്ടാവാം. തേനീച്ചകൾക്ക് നൃത്തം ചെയ്യാൻ കഴിയും. പൂക്കളുടെ സ്ഥാനം മറ്റു തേനീച്ചകൾക്ക് പറഞ്ഞുകൊടുക്കാനാണത്രേ ഈ നൃത്തം. ചിത്രശലഭങ്ങൾ രുചിയറിയുന്നത് അവയുടെ കാലുകൾ ഉപയോഗിച്ചാണ്. ചെമ്മീനിന്റെ ഹൃദയം അതിന്റെ തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹമ്മിങ് ബേർഡ് എന്ന കുഞ്ഞൻ പക്ഷിക്ക് പിന്നോട്ട് പറക്കാൻ കഴിയും. നീരാളിക്ക് 3 ഹൃദയങ്ങളുണ്ട്. അവയുടെ രക്തത്തിന് നീല നിറവുമാണ്. കൂട്ടുകാരെ, ജന്തുലോകം എത്ര വിസ്മയകരവും വൈവിധ്യപൂർണവുമാണെന്ന് കണ്ടില്ലേ? മറ്റ് ഡൊമൈനുകളും യൂക്കാരിയോട്ടിക് കിങ്ഡമുകളും പോലെ ജന്തുലോകവും ജീവന്റെ അത്ഭുത ലോകത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. ഇനിയും എത്രയെത്ര അത്ഭുതങ്ങൾ ഈ ലോകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു.